എല്ലാവർക്കും ടെക്ലൈമാറ്റിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് iQOO Z9Xനെ കുറിച്ചാണ്. സോ നമുക്ക് ഈ സ്മാർട്ട് ഫോണിൻ്റെ സ്പെക്കും കാര്യങ്ങളൊക്കെ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസൈൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 8 mm ആണ് തിക്നെസ്, 199 ഗ്രാം വെയിറ്റ് വരുന്നുണ്ട്. പ്ലാസ്റ്റിക് ബാക്കാണ്, പ്ലാസ്റ്റിക് ഫ്രെയിമൊക്കെയാണ് വരുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ IP64 റേറ്റിംഗും വരുന്നുണ്ട്. സോ ഡ്യൂറബിലിറ്റി കുഴപ്പമില്ല, ഡിസൈനും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോൺ തന്നെയാണ്. എന്നാലും ഫുൾ പ്ലാസ്റ്റിക് ബിൽഡൊക്കെ ആയിട്ടാണ് വരുന്നത്, അത് കുഴപ്പമില്ലാത്ത ഡിസൈനാണ്. പിന്നെ സൈഡ് മൗണ്ട് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡിസൈൻ്റെ കാര്യം ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6.72 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് 120 ഹെർട്സിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 240 ഹെർട്സ് ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. വൈഡ് ബാൻഡ് L1 സപ്പോർട്ട് വരുന്നുണ്ട്. 1000 നിറ്റ്സ് അടുത്ത് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. സോ ഡിസ്പ്ലേയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡിസ്പ്ലേ തന്നെയാണ്. പിന്നെ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട്. 3.5 mm ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അത്യാവശ്യം അടിപൊളിയായിരിക്കും. പിന്നെ ഡിസ്പ്ലേ 6.72 ഇഞ്ച് ആയതുകൊണ്ട് വൺ ഹാൻഡ് യൂസ് ആയി ഇച്ചിരി പാടായിരിക്കും, കാരണം ഇച്ചിരി ബൾക്കി സ്മാർട്ട് ഫോൺ ആണ്. സോ അത് മാത്രമേ പ്രശ്നമുള്ളൂ. പക്ഷേ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് ഒക്കെ അടിപൊളിയായിരിക്കും ഫോണിൻ്റെ. ഇത് നമ്മൾ പെർഫോമൻസിൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 ആണ് വരുന്നത്. 4 nm സാംസങ് പ്രോസസ്സാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതിൻ്റെ സ്പെക്കിംഗ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. LPDDR4X റാമും UFS 2.2 സ്റ്റോറേജാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് ഹൈബ്രിഡ് സിംസിലോട്ട് വരുന്നുണ്ട്. മീൻസ് 2 സിം അല്ലെങ്കിൽ ഒരു സിം പോലെ മെമ്മറി കാർഡ് ഇടാൻ പറ്റും. പിന്നെ എൻ്റെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ PUBGയിൽ നമുക്കൊരു 40 FPS ഗെയിമിംഗ് ഒക്കെ പറ്റും. അത്യാവശ്യമായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ ചിപ്സെറ്റിനുണ്ട്. പിന്നെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ ടോട്ടൽ 5,59,331 വരുന്നത്. CPU 1,93,551, 1,09,871 GPU സ്കോർ. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള പ്രോസർ തന്നെയാണ്. പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ ബെറ്റർ ചിപ്സെറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Dimensity 7050 ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് വേണമെങ്കിൽ പറയാം. ഇനി ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കൊരു പ്രൈമറി ഒരു 50 MP ക്യാമറയാണ് വരുന്നത്. f1.8 ആപ്പച്ചർ വരുന്നുണ്ട്. OIS ഒന്നും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു 2 MP ഡെപ്ത് സെൻസറാണ് വരുന്നത്. സോ പ്രൈമറി സെൻസറിൽ 4K 30 FPS റെക്കോർഡ് ചെയ്യാൻ പറ്റും മാക്സിമം. പക്ഷേ ഒരു കാര്യമുണ്ട്, 8 GB റാം വേരിയൻറ്റ് മാത്രമേ നമുക്ക് ഈ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളൂ. 4 GB ആണെങ്കിൽ അല്ലെങ്കിൽ 6 GB വേരിയൻറ്റ് ആണെങ്കിൽ നമുക്കിവിടെ 1080p 30 FPS വരത്തുള്ളൂ. പിന്നെ ഫ്രണ്ട് ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ 8 MP f2.1 ആപ്പച്ചർ വരുന്ന ഒരു സെൽഫി ക്യാമറയാണ്. 1080p 30 FPS. ഇത്രയും സ്പെക്ക് പറഞ്ഞാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും. ഇതേ സ്പെക്ക് വെച്ചുള്ള വേറെ ഫോൺ വരുന്നുണ്ട്, Vivo T3X. ഇത് ആ ഫോണിൻ്റെ സെയിം ഒരു റീബ്രാൻഡാണ്. ജസ്റ്റ് റീബ്രാൻഡ് മാത്രമാണ്. കാരണം സ്പെക്ക് വെച്ച് എല്ലാം സെയിമാണ്. ഡിസൈനിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്, അല്ലാണ്ട് സെയിമാണ് ഫോൺ. പിന്നെ പ്രൈസിലും ചെറിയ വ്യത്യാസം വരും, കാരണം iQOO ആയതുകൊണ്ട് തന്നെ ചെറിയ പ്രൈസിൽ ഡിഫറൻസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ OSൻ്റെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ FunTouchOS 14 ആണ്, Android 14 ആണ് വരുന്നത്. 2 വർഷം സ്റ്റാൻഡേർഡ് അപ്ഡേറ്റും 3 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റും വരും. പിന്നെ അത്യാവശ്യം നല്ലൊരു OS തന്നെയാണ് FunTouchOS. അത്യാവശ്യം ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള OS തന്നെയാണ്, ഗെയിമിങ്ങിനൊക്കെ പറ്റിയതാണ്. ഇനി ബാറ്ററിയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ 6000 mAh ബാറ്ററി, 44 വാട്ട് ചാർജറും വരുന്നുണ്ട്. റിവേഴ്സ് വയർഡ് ചാർജിങ്ങും വരുന്നുണ്ട്. 8 മണിക്കൂർ സ്ക്രീൻ ഉണ്ടാകും എന്തായാലും കിട്ടും, കാരണം 6000 mAh ബാറ്ററിയും 4 nm പ്രോസറൊക്കെ ആകുന്നുണ്ട്. പിന്നെ കണക്റ്റിവിറ്റി നമ്മൾ നോക്കുവാണെങ്കിൽ 5G ആണ്, Wi-Fi 5, Bluetooth 5.1, USB Type-C 2.0 വരുന്നുണ്ട്. 3.5 mm ഹെഡ്ഫോൺ ജാക്കും വരുന്നുണ്ട്. പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ കണക്റ്റിവിറ്റി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഓൾമോസ്റ്റ്. ഇത് നമ്മുടെ പ്രൈസും അതിൻ്റെ വേരിയൻ്റൊക്കെ നോക്കുവാണെങ്കിൽ 3 വേരിയൻ്റാണ് വരുന്നത്. 4GB 128, 6GB 128, 8GB 128. ഇത് എക്സ്പെക്റ്റഡ് പ്രൈസാണ്, ലോഞ്ച് ആയിട്ടില്ല. സോ അതിന് മുമ്പുള്ള എക്സ്പെക്റ്റഡ് പ്രൈസാണ് വരുന്നത്. ചെറിയ മാറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. 4GB 128 ആണെങ്കിൽ 13,000 രൂപ, 6GB 128 14,499, 8GB 128 16,999. കാരണം T3X വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി വില കുറവാണ്, കാരണം iQOO ആയതുകൊണ്ടാണ്. കാരണം Vivo ഓബിയസ്ലി ഒരു പ്രീമിയം ബ്രാൻഡാണ് iQOO ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ ഇപ്പോൾ നിങ്ങൾ എടുത്തവർ Vivo T3X എടുത്തവർക്കൊരു പണിയാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ അടുത്ത മാസം അല്ലെങ്കിൽ ഈ മന്ത് അവസാനമൊക്കെ ആകുമ്പോൾ ഇതേ സെയിം സ്പെക്ക് വെച്ചൊരു ഫോൺ വില കുറച്ചിറക്കുമ്പോൾ നമുക്കൊരു എന്താ പറയുക, ഒരു മുഷിപ്പ് തോന്നും. അതേ സാധനം തന്നെയാണ് ഇപ്പോൾ വന്നേക്കുന്നത്. സാധനം സെയിം, Vivo T3X സെയിം സാധനമാണ്. ഈ പരിപാടി 2 ഫോൺ ബ്രാൻഡ് കാണിക്കുന്നത്, ഒന്ന് Vivo ഒന്ന് റിയൽമി. കാരണം റിയൽമിയുടെ P1 സെയിം സ്പെക്ക് വെച്ച് നമുക്ക് Narzo 70 വരുന്നുണ്ട്. Narzo സീരീസ് ആയതുകൊണ്ട് തന്നെ P1 ഇച്ചിരി വില കുറവായിരിക്കാൻ സാധ്യത കൂടുതലുണ്ട് അതിന്. സോ നിങ്ങൾ ഈ 2 സ്മാർട്ട് ഫോണിൻ്റെ ബ്രാൻഡിൻ്റെ ഫോൺ എടുക്കുവാണെങ്കിൽ ഒന്ന് ചെറിയതായിട്ട് വെയിറ്റ് ചെയ്തിട്ട് എടുക്കുക, അല്ലെങ്കിൽ ഒരു സെയിൽ വരുമ്പോൾ എടുക്കാൻ നോക്കുക. കാരണം നല്ല വില കുറവിൽ ഫോൺ കിട്ടാൻ സാധ്യത കൂടുതലാണ് ഈ 2 ബ്രാൻഡിൻ്റെ മോസ്റ്റ്ലി. സോ നിങ്ങൾ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയുക, താഴെ കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫോർ ഫ്യൂച്ചർ. നോക്കി നെക്സ്റ്റ് വീഡിയോ കാണാം.